നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഓക്കെ, അപ്പോൾ നമുക്കിന്നിപ്പം ഒരു ചെറിയൊരു ഇലക്ട്രിക്കൽ കാര്യമൊക്കെ ഒന്ന് സംസാരിക്കാം. അതായത് നമ്മുടെ റിലേ, റിലേ എന്ന് പറയുന്നൊരു യൂണിറ്റ്, അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് കാറിൻ്റെ റിലേ പോയി, അല്ലെങ്കിൽ റിലേ യൂണിറ്റ് കംപ്ലൈൻ്റ് ആയി, വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല, റിലേ പോയി, ഇന്ന സാധനം വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലരും കേട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും മനസ്സിലൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ട്, എന്താണ് റിലേ? ഇത് ഈ പറയുന്നൊരു കുഞ്ഞു സാധനം ഇപ്പം എല്ലാവർക്കും കാണാമായിരിക്കും. ഇതാണ് റിലേ. ഇത് പല ടൈപ്പ് റിലേ നമുക്ക് കിട്ടും, എല്ലാവർക്കും ഇപ്പോൾ ദേ കാണാൻ സാധിക്കും. അപ്പോൾ റിലേയുടെ ശരിക്കുള്ള വർക്കിംഗ് എന്താണ്, റിലേയുടെ ഫങ്ഷൻ എന്താണ്, റിലേക്ക് എന്തൊക്കെ കംപ്ലയിൻറ്റ്സ് വരും, ഇതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Techs. ഓക്കെ, അപ്പം നമുക്കിതിനാദ്യം ചെക്ക് ചെയ്യാൻ വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു റിലേ. അത് പല ടൈപ്പ് റിലേ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 2 ടൈപ്പ് റിലേ ആണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടി 2 ടൈപ്പ് റിലേ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. 3 ഇരിപ്പുണ്ട്, ഒരെണ്ണം സെയിം തന്നെയാണ്. പിന്നെ ഒരു 12 വോൾട്ട് കിട്ടാൻ വേണ്ടി, അതായത് 12 വോൾട്ട് നമ്മുടെ ബാറ്ററിയുടെയൊക്കെ സെയിം കറണ്ട് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി ഒരു എലിമിനേറ്റർ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ കുറച്ച് ക്രോക്കഡൈൽ ക്ലിപ്സും. അപ്പം നമുക്ക് ഏതായാലും നമ്മുടെ പരിപാടി ഒന്ന് തുടങ്ങാം. നമ്മളിപ്പം ഈ ഒരു യൂണിറ്റ് എടുക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബാറ്ററിയുടെയൊക്കെ സെയിം കറണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നതാണെന്ന് ഞാൻ പറഞ്ഞത്. നമുക്ക് ആദ്യം ഒരു ബ്ലാക്കും പിന്നെ ഒരു റെഡും ക്രോക്കഡൈൽ ക്ലിപ്പ് ഞാനിങ്ങ് എടുക്കുകയാണ്. എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല, ഇത് 2 ഞാനിങ്ങ് എടുത്തു. അപ്പോൾ റെഡ് എല്ലാവർക്കും അറിയാം, പൊതുവേ നമ്മുടെ പോസിറ്റീവ് ലൈനിലോട്ട് കണക്ട് ചെയ്തു, ബ്ലാക്ക് നമ്മുടെ നെഗറ്റീവിലോട്ടും കണക്ട് ചെയ്തു. ഓക്കെ, ബ്ലാക്ക് അതിലും കണക്ട് ചെയ്തു. ഇനിയിപ്പം ഇത് രണ്ടിൻ്റെ വോൾട്ടേജ് ജസ്റ്റ് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. വോൾട്ടേജ് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഞാനൊരു 20 ഇടുകയാണ്. നെഗറ്റീവ് പോസിറ്റീവ്. ഓക്കെ, എല്ലാവർക്കും കാണാം 15.91 വോൾട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, നോർമൽ 12 വോൾട്ടാണ് ശരിക്കും. ഓക്കെ, അത് ഞാനിപ്പോൾ ഒന്ന് ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ ഒരു റിലേ, നമുക്ക് ആദ്യം ഒരു റിലേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ റിലേ വർക്കിംഗ് ആണോ ഇല്ലേ എന്ന് എങ്ങനെ അറിയാം? പൊതുവേ നമ്മുടെ വാഹനങ്ങളിലെല്ലാം കാണുന്ന ടൈപ്പ് റിലേ ഇതാണ്. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നത് ഇതാണ്. നമ്മുടെ നോർമലായിട്ട് വരുന്ന AC റിലേ, നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ റിലേ, അങ്ങനെ ഹെഡ്ലൈറ്റിന് വരുന്ന റിലേ. അപ്പോൾ ഇതിനെല്ലാം വരുന്ന ഈ ടൈപ്പ് റിലേ ഒരു 20 ആംപിയറിൻ്റെ റിലേ ആണ് വരുന്നത്. നമുക്ക് ആദ്യം ഒരു റിലേക്ക് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. ഈ ടൈപ്പ് ഒരു റിലേ കിട്ടുകയാണെങ്കിൽ ഇതിന് വേറെ ഡയഗ്രാംസോ കാര്യങ്ങളോ ഒന്നും ഇല്ല, എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും. ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്നാന്ന് പറഞ്ഞാൽ 2 കോപ്പറിൻ്റെ കമ്പിയും കാണാം. അതായത് നമ്മുടെ ബോഷ് ക്ലിപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പോയിൻറ്റ്സ് കാണാൻ സാധിക്കും. 2 നോർമൽ സ്റ്റീലിൻ്റെ ടൈപ്പും കാണാം. ഈ കോപ്പറിൻ്റെ എപ്പോഴും വരുന്ന സ്വിച്ചിങ് പോയിൻറ്റ്സ് ആണ്, അതായത് സ്വിച്ചാണ് വരുന്നത്. അത് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ. മറ്റതിലാണ് നമ്മൾ കറണ്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കറണ്ട് കൊടുത്ത് നോക്കാം. ഇത് തിരിഞ്ഞു പോയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഒരു പോയിൻ്റ്, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഒരു പോയിൻ്റ് കറണ്ട് കൊടുത്തു, അടുത്തൊരു പോയിന്റിൽ കൂടെ കൊടുത്തപ്പോൾ എല്ലാവർക്കും കേൾക്കാം ഒരു ടിക്ക് ടിക്ക് എന്ന് വെച്ച് കേൾക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സ്വിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് പലരും അഴിച്ച് കണ്ട് കാണത്തില്ല. നമുക്ക് ഇവനെ ഒന്ന് അഴിച്ച് നോക്കാം. അഴിച്ചിട്ട് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ, ഇതിനകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടിട്ടില്ലാത്തവർ ശ്രദ്ധിച്ച് കാണുക. ഇങ്ങനെയാണ് ഒരു റിലേക്കകത്ത് വർക്കിംഗ് നടക്കുന്നത്. അല്ല എല്ലാവരും പറയുന്ന പോലെ എൻ്റെ റിലേ പോയി എന്ന് പറയുന്ന പോലെ റിലേക്കകത്ത് എങ്ങനെയാണ് അതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നത്. ഇതാണ് ഒരു റിലേക്കകത്ത് നിൽക്കുന്ന ഒരു സംഭവം. ഇപ്പോൾ എല്ലാവർക്കും കാണാം. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോയിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കോയിൽ മാഗ്നറ്റൈസ്ഡ് ആകും. അതായത് മാഗ്നറ്റ് ആകും നമ്മുടെ കറണ്ട് ചെല്ലുന്ന സമയത്ത്. അന്നേരം ഇതിൻ്റെ മേളിൽ വരുന്ന ലയൻ ഒന്ന് പിടിച്ച് താഴോട്ട് വലിക്കുമ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, എല്ലാവർക്കും കാണാൻ പറ്റും. ഇതിനകത്തൊരു പോയിൻ്റ് വരുന്നത് ഞാനിപ്പോൾ വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരാം. ആ പോയിൻ്റ് മാഗ്നറ്റൈസ്ഡ് ആകും. ഞാൻ ഒന്നുകൂടെ ഒന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ ലൈനിലോട്ട് ഞാൻ കണക്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഇത് പിടിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ കാണാൻ സാധിക്കും. കണ്ടോ, ഇങ്ങനെ കോണ്ടാക്റ്റ് ഉണ്ടാകുന്ന സമയത്താണ് നമ്മുടെ യൂണിറ്റ്, അതായത് ഇത് ഏത് യൂണിറ്റിലോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ആ യൂണിറ്റിലോട്ട് കറണ്ട് ചെല്ലുന്നതും അത് വർക്ക് ചെയ്യുന്നതും. അപ്പം എങ്ങനെയാണ് ഒരു റിലേ വർക്ക് ചെയ്യുന്നുള്ള എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി. അതവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ പറഞ്ഞല്ലോ ഒരു റിലേയുടെ ഫങ്ഷൻ എന്താണ്, അതൊരു മെയിൻ ഒരു ചോദ്യമാണ്. എന്തിനാണ് റിലേ യൂസ് ചെയ്യുന്നത്? റിലേ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് ഒരു ഭാഗത്തോട്ട്, അതായത് ഇപ്പോൾ ഒരു ഹോണോ അല്ലെങ്കിൽ ഫോഗ് ലാമ്പോ അതിലോട്ട് ഡയറക്റ്റായിട്ട് അതിൻ്റെ ഒരു കറണ്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. അതായത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫോഗ് ലാമ്പ്, ഹോണ്, ഇതിനൊക്കെ കറണ്ട് കൂടുതലാണ് വേണ്ടത്. അത്യാവശ്യം നല്ല വോൾട്ടേജ് വേണം, കറണ്ട് കറക്റ്റായിട്ട് ചെല്ലുകയും വേണം. ചെറിയ ലൈൻസ് പറ്റത്തില്ല, ഗേജ് കൂടിയ ലൈൻ തന്നെ പോകേണ്ടി വരും. അന്നേരം നമുക്ക് ഈ ഫ്രണ്ടിലോട്ട് വരുന്ന, അതായത് നമ്മുടെ ഡ്രൈവർ സൈഡിലോട്ട് വരുന്ന കോമ്പിനേഷൻ സ്വിച്ചും കാര്യങ്ങൾക്കൊക്കെ അതുപോലെ ആംപിയർ കൂട്ടി ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത്
ചെറിയ ലൈൻസിൽ നമുക്ക് ഈ ഒരു റിലേ യൂണിറ്റ് ഓൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള കറണ്ട് മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ ചെറിയ രീതിക്കുള്ള കറണ്ട് കൊടുത്തുകൊണ്ട് നമുക്കൊരു വലിയ കറണ്ട് കയറ്റി വിടാൻ സാധിക്കുന്ന ഒരു യൂണിറ്റാണ് റിലേ. അല്ലെങ്കിൽ റിലേ ഒരു സ്വിച്ചായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഓൺ ഓഫ് സ്വിച്ച് തന്നെയാണ്. അതായത് നമുക്ക് ചെറിയ കറണ്ട് കൊടുത്തുകൊണ്ട് ഒരു വലിയ കറണ്ട് കയറ്റി വിടാൻ സാധിക്കുന്ന ഒരു യൂണിറ്റാണ് നമ്മുടെ റിലേ എന്ന് പറയുന്നത്. റിലേ വെച്ച് ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ ആ ഫോഗ് ലാമ്പിൻ്റെ കണക്ഷനൊക്കെ കൊടുക്കുമ്പോൾ റിലേയുടെ വയറിങ്ങും കാര്യങ്ങളൊക്കെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിലെന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഞാൻ ഒന്നുകൂടെ ഒരു വയറിംഗ് വെച്ചുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ഞാനൊന്ന് കാണിക്കുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും സംശയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റായിട്ട് ചോദിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മോഡൽ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനെ ഒരു മോഡൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ദേ ഇപ്പോൾ കാണാൻ പറ്റും. ഈ ടൈപ്പ് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഈ 4 കാലും ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഈ ഒരു മോഡൽസിന് ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. 2 കോപ്പർ ലൈൻ വരുന്നുള്ളതുകൊണ്ട് ഈ ഒരു കോപ്പറും ഈ ഒരു കോപ്പറും കൊടുത്തിരിക്കുന്നത് ഇൻ ആൻഡ് ഔട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇൻ ആൻഡ് ഔട്ട് എന്ന് ഉദ്ദേശിച്ച് ഇതിലെ കറണ്ട് കയറി ഇതിലെ ഇറങ്ങിപ്പോകും. ഒരു സ്വിച്ചിങ് യൂണിറ്റ് പോലെ തന്നെ. ഇതിലെങ്ങനെ കണ്ടുപിടിക്കാം? ഇതും സിമ്പിളാണ്. പക്ഷേ ഇതിന് കുറച്ചൊരു ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഓരോ പോയിൻറ്റ്സിലും അതിൻ്റെ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. 85, 86, 30, 87 ഇങ്ങനെ നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതിനകത്തൊരു ഡയഗ്രാമും കൂടെ കറക്റ്റായിട്ട് അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 87ഉം 30യും സ്വിച്ചാണ്. അതാണ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നത്. 85ഉം 86ഉം നമ്മുടെ സോളിനോയിഡാണ് വരുന്നത്. അപ്പം 85ഉം 86ഉം. അപ്പോൾ 85ലും 86ലും കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും കേൾക്കാം. ആ സ്വിച്ച് പിടിക്കുന്ന ഒച്ച നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാം. അപ്പോൾ ഇങ്ങനത്തെ മോഡൽസിന് നമുക്ക് ഈ പിന്ന് നോക്കി മനസ്സിലാക്കാൻ സാധിക്കാത്ത മോഡൽസിനും എപ്പോഴും അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഡയഗ്രാം കാണും. പിന്നെ അങ്ങനെ ഒരു ഇത് വരികയാണെങ്കിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ എളുപ്പം ഒരു വഴിയും കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഈ 2 പോയിൻറ്റ്സ് ഡയറക്റ്റ് കണക്ട് ചെയ്താലും പ്രശ്നമില്ല. കാരണം ഈ കോയിൽ കണക്റ്റഡ് അല്ല. നമുക്ക് ഓരോന്നും മാറ്റി മാറ്റി കൊടുത്ത് നോക്കാൻ സാധിക്കും. അതായത് ഈ ഒരു പോയിൻ്റ് കൊടുത്തിട്ട് നമുക്കിങ്ങനെ കൊടുക്കാം. ഇല്ല, ഇപ്പം നമുക്കിത് കണക്റ്റായി. ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റി താഴത്തെ പോയിന്റിൽ ഞാനൊന്ന് കൊടുക്കുകയാണ്. അതായത് നമ്മൾ എങ്ങനെ കൊടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് പ്രശ്നങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ വ്യക്തമാക്കുന്നത്. ഇപ്പം നമുക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ ഷോർട്ട് ആകുന്നൊരു പ്രശ്നം വരുന്നില്ല. നമുക്ക് ചെക്ക് ചെയ്ത് സമാധാനമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും ഈ ടൈപ്പ് റിലേസിൽ. അപ്പം നോർമലി വരുന്ന ഈ റിലേ ആണ് നമ്മുടെ എല്ലാ വാഹനങ്ങൾക്കും വരുന്നത്. അപ്പം എല്ലാവർക്കും ഒരു റിലേ പോയി കഴിഞ്ഞാൽ എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ റിലേ പോയോ എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ ഫോഗ് ലാമ്പ് ആണെങ്കിലും ആ ഒരു യൂണിറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷേ എല്ലാ യൂണിറ്റ്സും അതുപോലെ നടക്കണമെന്നില്ല. കാരണം AC-യുടെയൊക്കെ കംപ്രസറിൻ്റെ റിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വർക്ക് ചെയ്യുന്ന വരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. റിലേ ഊരുക, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പോസിറ്റീവും നെഗറ്റീവും കൊണ്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഇതിനകത്ത് നിന്ന് ടിക്ക് ടിക്ക് എന്നൊരൊച്ച കേൾക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം പോരാ, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പം അങ്ങനെ കേട്ട് ഇപ്പം ഞാൻ ഇതിലോട്ട് കണക്ട് ചെയ്തു, എല്ലാവർക്കും ഒച്ച കേൾക്കാം. ഇതിങ്ങനെ കേട്ടെന്ന് പറഞ്ഞാൽ പോലും ഇതിനകത്ത് വരുന്ന സ്വിച്ചിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂറ്റി ടെസ്റ്റും കൂടെ നടത്തി നോക്കണം. കണ്ടിന്യൂറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബസറിലോട്ട് ഇടുക. ഈ പ്രോപ്സ് രണ്ടും കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു കീന്ന് ഒച്ച കേൾക്കാം. എന്നിട്ട് ഈ ഒരു പോയിന്റിലും ഈ ഒരു പോയിന്റിലും കൂടെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ റിലേ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കീ എന്ന് പറഞ്ഞ് ഒച്ച കേൾക്കാം. കണ്ടോ, ഇപ്പോൾ എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുമായിരിക്കും. റിലേ ഓണായി. ഇനി ഞാനിത് ഒരെണ്ണം ഡിസ്കണക്ട് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഞാനിത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒച്ച കേൾക്കത്തില്ല, കാരണം സ്വിച്ച് വർക്കിംഗ് അല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവർക്കും ഒരു റിലേ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, റിലേയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നല്ല വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ ഇപ്പം ഞാൻ കുറച്ച് ജോലിയുടെയൊക്കെ തിരക്കായിട്ട് പോകുന്നുള്ളതുകൊണ്ടാണ് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ സാധിക്കാത്തത്. എന്നാലും ഞാൻ സമയം പോലെ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിലും നിങ്ങൾക്ക് മെസ്സേജസ് ഇടാൻ സാധിക്കുന്നതാണ്. അതിലും ഞാൻ സമയം പോലെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.